Hi guys, അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സയൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഹാഫ് റിലേറ്റഡ് വീഡിയോ തന്നെയാണ്. അപ്പോൾ കുറച്ച് വീഡിയോസായിട്ട് ഇത് തന്നെയാണ് എൻ്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം നമ്മുടെ ക്രോളറിന് വേണ്ടിയിട്ടുള്ള ആക്സറീസ് കാര്യങ്ങൾ ഇങ്ങനെ ഓരോ സമയമായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിന് കുറച്ച് മോഡ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ആക്സറീസ് ഉണ്ട്. ആദ്യമായിട്ട് നമുക്കൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ട്. അതുകൂടാതെ നമുക്ക് കുറച്ച് ജെറി ക്യാൻസ് ഉണ്ട്, 2 ജെറി ക്യാൻ ഉണ്ട്. പിന്നീട് നമുക്കുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റൂഫ് റാക്ക് ഉണ്ട്, മെറ്റലാണ്. അതുപോലെ തന്നെ ഒരു LED ലൈറ്റ് ബാർ ഉണ്ട്. അതിന് കേട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, നമ്മൾ മാറിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതിനൊരു LED ലൈറ്റ് ബാർ ഉണ്ട്, നിങ്ങൾക്ക് കണ്ടറിയാൻ വേണ്ടി പറ്റും. ഇത് നമ്മുടെ ഈ റൂഫ് റാക്കിൻ്റെ ഈ ഫ്രണ്ടിലായിട്ട് മൗണ്ട് ചെയ്യും. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടോ, ഇവിടെ ഒരു ഹോളുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു ഹോളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ LED ലൈറ്റ് നമുക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ശേഷം ഈ റൂഫ് റാക്ക് നമ്മുടെ ക്രോളറിന് മറ്റേ എക്സാക്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഫിറ്റ് തന്നെയാണ്. നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും. ഇവിടെ 2 പോയിൻ്റ് പുറത്താണ് നിൽക്കുന്നത്. അത് നമുക്ക് പിന്നീട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മളെ ഇത് വരുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ലുക്കിൽ നല്ലൊരു വ്യത്യാസം വരുന്നത്. സൈഡിൽ നിന്ന് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. ബോറിങ്, എക്സൈറ്റിങ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെയാണ് ആദ്യം ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാവുന്ന നേരത്ത് നമുക്ക് ഇതിൻ്റെ 2 ഒന്ന് തുറന്ന് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഒപ്പം വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനൊന്നും അതിന് മാത്രം വലിയ റേറ്റ് വരില്ല. പക്ഷേ അലിബാബ വഴി ഓർഡർ ചെയ്യുമ്പോൾ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു സാധനമായിട്ട് മാത്രം ഓർഡർ ചെയ്യാണ്ട് ബൾക്കായിട്ട് ഓർഡർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു സെയിം സെല്ലറിൽ നിന്ന് തന്നെ കിട്ടുകയെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ ഒരു ഇത്ര ഷിപ്പിംഗ് വരുള്ളൂ. അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി എല്ലാം കൂടെ വരുമ്പോഴും ചെറിയ ചെറിയ ആക്സറീസ് ആണെങ്കിൽ അതിന് മാത്രം വലിയ ചാർജസ് വരില്ല നമുക്ക്. അതും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തേക്ക് എടുക്കാം. ഇതിൻ്റെ ഒപ്പം ഫയർ എക്സ്റ്റിങ്ക്വിഷറിന് ഒരു സ്റ്റിക്കർ വരുന്നുണ്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇതിനകത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് പ്ലാസ്റ്റിക് തന്നെയാണ്. പക്ഷേ ഈ വരുന്ന ഈ ഒരു ഇതുണ്ട്, ഹോൾഡർ നമുക്ക് ശരിക്കും മെറ്റലാണ് വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 2 സ്ക്രൂവും നട്ടും ഉണ്ട്. ഓക്കെ, പിന്നീട് വരുന്നത് നമുക്ക് ഈ ഒരു ജെറി ക്യാനാണ്. നമുക്കറിയാൻ വേണ്ടി പറ്റും നമ്മുടെ ക്രോളർ, റിയൽ ലൈഫ് ക്രോളറിലൊക്കെ സൈഡിലൊക്കെ ഉണ്ടാവും ജെറി ക്യാൻ, എക്സ്ട്രാ ഫ്യൂവൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് 2 എണ്ണം ഉണ്ട്. ഇതിൻ്റെ കേസിൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രൂ പോയിൻ്റ് ഉണ്ടെങ്കിലും സ്ക്രൂ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് സ്ക്രൂ വെച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് എന്തെങ്കിലും വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറും നമ്മുടെ ഇത് ജെറി ക്യാന് വേണ്ടിയിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ശേഷം നമുക്ക് ലൈറ്റ് ബാർ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ മൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ലൈറ്റ് ബാറിന് എന്തായാലും ഒരു ടെസ്റ്റിംഗ് നമുക്ക് നടത്തി നോക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ലൈറ്റ് ബാറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ സൈഡിൽ ആക്സറീസൊക്കെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്വിഷറിന് നമ്മൾ മൗണ്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നെറ്റും ബോൾട്ടും തന്നിരുന്നതുകൊണ്ട് തന്നെ, സ്ക്രൂവും നെറ്റൊക്കെ തന്നുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ബാക്കിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ വേണ്ടി പറ്റും. നമ്മൾ ഹോള് ഇട്ടിട്ടും നമ്മൾ നെറ്റിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പെർമനൻറ്റ് ഫിക്സ് ആണ്. അപ്പോൾ ഇതിവിടെ തന്നെ വെച്ച് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ ഒരിത്തിരി കുഴപ്പമില്ലാത്ത ലുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ തന്നെ പെർമനൻ്റ് ആക്കിയത്. പക്ഷേ ഈ ഒരു ജെറി ക്യാൻ്റെ ഇതിൽ നമുക്ക് നെറ്റൊന്നും അല്ലെങ്കിൽ സ്ക്രൂ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ ഈ സൈഡിൽ മൗണ്ട് ചെയ്തു, മറ്റേതിന് നമ്മൾ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ഇപ്പുറ സൈഡിലുമായിട്ടാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഡബിൾ സൈഡ് ടേപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക്കൽ ഡബിൾ സൈഡ് ടേപ്പ് പോലത്തെ ടേപ്പല്ല, നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ഒരു ടേപ്പ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു ടേപ്പ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് പറിച്ച് കളയാൻ വേണ്ടി പറ്റും. അവിടെ ഒന്നും പിടിച്ചിരിക്കുകയൊന്നുമില്ല. ഞാൻ മിക്ക സാധനത്തിനും ഉപയോഗിക്കുന്നത് ഇതാണ്. അത്യാവശ്യം സ്ട്രോങ് ആണ്. നമ്മുടെ നോർമൽ ഡബിൾ സൈഡ് ടേപ്പിനേക്കാളും ഇത്തിരി കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടേപ്പ് തന്നെയാണ്. പ്രൈസ് എനിക്ക് തോന്നുന്നു ആമസോണിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 200 താഴെയായിട്ട് ഉണ്ട്. ഇത്തിരി എക്സ്പെൻസീവായിട്ട് തോന്നി. പക്ഷേ എന്നാലും നമുക്ക് ലോക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലും കുറച്ച് സാധനം കിട്ടും. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടേപ്പ് നമുക്ക് ഒരു ജെല്ല് പോലെ ഇരിക്കും ഈ സാധനം. കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മളിപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. സോ ഇനി നമുക്ക് റൂഫ് റാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ റൂഫ് റാക്കിൽ കുറച്ചധികം ഇഷ്യൂസ് ഉണ്ട് എനിക്ക്. ഒന്നാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലൈറ്റ് ബാർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കുറേ കിടന്ന് പണിയോടേണ്ടി വന്നു. ഈ ഒരു ഇതിലേക്ക് ഫ്രെയിമിലേക്ക് കറക്റ്റായിട്ട് കയറുന്നുണ്ടായില്ല. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ പറയാൻ പറ്റും. ഇവിടെ നല്ലോണം ടൈറ്റായിട്ടിരിക്കുന്നതാണ്. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ, കണ്ടോ? ആ ഗ്യാപ്പ് ഇപ്പുറ സൈഡിലുണ്ടായില്ല. അപ്പോൾ റൂഫ് റാക്കിൽ ഈ LED ലൈറ്റ് ബാർ കറക്റ്റായിട്ടല്ല ഇരിക്കുന്നത്. ഒരു ചെറിയൊരു ചരിവുണ്ട്. എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് നേരെയാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചീപ്പ് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇഷ്യൂസ് ആണ്. നമുക്ക് ബഡ്ജറ്റ് കുറവായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഒരു നല്ലൊരു ക്വാളിറ്റി സാധനം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു 5 അല്ലെങ്കിൽ 6 രൂപ, ഒരു 6000 രൂപ കൊടുക്കേണ്ടി വരും. 6000 രൂപ കൊടുക്കാൻ എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. കൂടുതൽ വെയിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ക്രോളർ ഇഷ്യൂസ് വരും. നമുക്കൊരു ബാലൻസിൻ്റെ ഒരു ഇഷ്യൂ വരും. ഇപ്പം തന്നെ ബാലൻസിൻ്റെ ഇഷ്യൂ കിട്ടണം. അപ്പോൾ താഴത്ത് നമ്മൾ ഇനി പിന്നീട് എന്തെങ്കിലും വെയിറ്റ് കാര്യങ്ങളൊക്കെ കയറ്റേണ്ടി വരും. അപ്പോൾ അതെന്തായാലും ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ
നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് മൗണ്ട് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് എനിക്ക് 4 പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വയർ അകത്തോട് ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ വയറിന് വേണ്ടിയിട്ടൊരു ഹോളും കൂടി ഇടേണ്ടി വരും ബോഡിയിൽ. അപ്പോൾ ബോഡിയിൽ തുളക്കുന്നവരായിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊക്കത്തുകൂടെ ഇട്ടിട്ട് നമുക്ക് പിന്നിട്ട് മൗണ്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ പിന്നിൻ്റെ കറക്റ്റ് പോയിന്റിലായിട്ട് വരാൻ വേണ്ടിയിട്ട് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് പിന്ന് വരുന്നത് ഈ പിന്നാണ്. അപ്പോൾ ഈ ഒരു പിന്ന് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് എന്തായാലും ഇടാൻ വേണ്ടി പറ്റില്ല, ഇഷ്യൂസ് വരും, പിന്നെ ഒരത്തേക്ക് ഇഷ്യൂസ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതായിട്ടും വരും. അപ്പോൾ അതെന്തായാലും നമ്മുടെ കയ്യിൽ സ്പെയർ നമുക്കിവിടെ ടാഗുള്ള പിന്ന് കിട്ടും. അപ്പോൾ അങ്ങനത്തെ പിന്ന് ഉണ്ടാകുന്ന നോക്കണം. എൻ്റെ എനിക്ക് തോന്നുന്നു കയ്യിലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ നമുക്ക് അത് വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതെന്തായാലും ഒന്ന് ഡ്രില്ല് ചെയ്തിട്ട് ഇതിലൊക്കെ ഹോളിട്ട് നെറ്റും ബോൾട്ടും ഇട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫൈനൽ ഔട്ട്പുട്ട് എന്തായാലും കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ റൂഫ് റാക്ക് മൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫയർ എക്സ്റ്റിങ്വിഷറും എല്ലാം മൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ജെറി ക്യാനൊക്കെ മൗണ്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൂഫ് റാക്ക് ഇപ്പോൾ കംപ്ലീറ്റ്ലി മൗണ്ട് ചെയ്ത് നമ്മൾ നട്ടൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് സെക്യൂറായി വെച്ചേക്കാണ്. ഇപ്പം ഇനി അനങ്ങില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ നോർമലി നമ്മുടെ ഈ ലൈറ്റിൻ്റെയും മറ്റേ ഇപ്പോൾ വെച്ചിരിക്കുന്ന റൂഫ് റാക്കിൽ വെച്ചിരിക്കുന്ന LED ലൈറ്റിൻ്റെയും ബ്രൈറ്റ്നസിൻ്റെ കമ്പാരിസൺ കൂടെ ചെയ്ത് നോക്കാൻ പറ്റുകയാണ്. എത്രത്തോളം ആ ഒരു അപ്ഗ്രേഡ് യൂസ്ഫുൾ ആണെന്ന് കാണിക്കാൻ പറ്റുകയാണ്. എന്തായാലും നോർമൽ നമ്മുടെ ലൈറ്റ് ഓൺ ചെയ്ത് നോക്കാം. അതിന് ശേഷം ഞാൻ മറ്റേ ലൈറ്റ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല, നമ്മുടെ ഈ ലൈറ്റിൻ്റെ കണക്ഷനിലേക്ക് അതും കൂടെ കണക്ട് ചെയ്തിട്ട് എന്തായാലും ഞാൻ നോക്കി കാണിച്ചു തരാം. ഓക്കെ, അലക്സ ടേൺ ഓഫ് ഓഫീസ് ലൈറ്റ്. അലക്സ ടേൺ ഓഫ് വീഡിയോ ലൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ ലൈറ്റ് എന്തായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ലൈറ്റിലുള്ള ബ്രൈറ്റ്നസ്സാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് അതും കൂടെ കണക്ട് ചെയ്തിട്ട് എന്തായാലും നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ലൈറ്റ് ബാറിലേക്കും കൂടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് LED-യുടെ ഈ 2 LED-യുടെ സെയിം കണക്ഷനിലേക്ക് തന്നെ അതും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരൊറ്റ സ്വിച്ചേ ഉള്ളൂ എല്ലാ ലൈറ്റിനും കൂടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അടിപൊളി കണ്ടോ, ബ്രൈറ്റ്നസ് കണ്ടോ, ഇതാണ് ശരിക്കുമുള്ള ബ്രൈറ്റ്നസ്. ലൈറ്റ് ബാർ വന്നപ്പോൾ തന്നെ വ്യത്യാസം വന്നു. വണ്ടിയുടെ ലുക്കിലാണെങ്കിലും അത്യാവശ്യം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, എന്താ സൂപ്പർ ലുക്കുമായിട്ടുണ്ട്. അത്യാവശ്യം ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ഏകദേശം മറ്റേ ഇതും കൂടെ തമ്മിൽ കമ്പയർ ചെയ്ത് തന്നെ അറിയാൻ വേണ്ടി പറ്റും. വലിയ വ്യത്യാസം തന്നെയാണ്. ആന ആടും പോലെ ആയിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നല്ലൊരു ഡിഫറൻസ് തന്നെ ഉണ്ട്. അപ്പോൾ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ലൈറ്റ് തന്നെയാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ആയിട്ടുണ്ടെങ്കിൽ നൈറ്റിൽ നമുക്ക് പകൽ വട്ടം പോലെ ഇരുന്ന് ഓടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു RGTയുടെ ക്രോളറിൽ നമ്മൾ വരുത്തിയിരിക്കുന്ന അപ്ഗ്രേഡുകൾ. അലക്സ ടേൺ ഓൺ വീഡിയോ ലൈറ്റ്. ഓക്കെ, അപ്പോൾ സാധനം ഓൾമോസ്റ്റ് കാണാനും നല്ല പക്കായിട്ടുണ്ട്. സോ കൂടുതൽ അപ്ഡേറ്റ്സ് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ വന്നതെങ്കിൽ എന്തായാലും വീഡിയോസ് ഉണ്ടാകും. ഇനിയിപ്പോൾ എന്തെങ്കിലും കുറച്ച് ഗാഡ്ജറ്റ്സിൻ്റെ വീഡിയോസ് ചെയ്യണം. കാര്യം ഈ എനിക്ക് തോന്നുന്നൊരു 3-4 വീഡിയോ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ RC കാറിൻ്റെ അപ്ഗ്രേഡുകളായിരുന്നു, ഈ ക്രോളറിൻ്റെ അപ്ഗ്രേഡുകളായിരുന്നു ചെയ്തത്. ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് കുറച്ച് ഗാഡ്ജറ്റ്സ് വീഡിയോസ് എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.